ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ? ശരി ശരി. അപ്പൊ നമ്മള് ടീച്ചർ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പിന്നെ വീഡിയോ ഓൺ ആക്കേണ്ടവര് വീഡിയോ ഓൺ ആക്കുക. ഇനി മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്തിട്ട് ടീച്ചർ ചോദിക്കുന്നതിന് ആൻസർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം പറയുക. ഓക്കെ? ഈ ടീച്ചറിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. പറഞ്ഞേ മക്കളെ. പച്ചക്കിളി അല്ലേ? അത് പഠിച്ചോ നിങ്ങൾ? പച്ചക്കിളി എന്നുള്ള പാഠം പഠിച്ചായിരുന്നോ? നിങ്ങൾ നന്നായിട്ട് പുസ്തകം വായിച്ചോ? പാട്ട് പഠിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞായിരുന്നോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ടീച്ചർ ഈ പാട്ട് കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞായിരുന്നോ? ഇല്ല, കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞിരുന്നില്ല കേട്ടോ. ശരി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ടീച്ചർ ആ പാട്ട് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വായിച്ച് റെഡിയാവുക, ടീച്ചർ അടുത്ത ക്ലാസ്സിന് വായിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ശരി. അപ്പോ നമുക്ക് തുടങ്ങാലോ. ആദ്യം ആരാണ് വായിക്കാൻ റെഡിയാവുന്നത്? എല്ലാവരും വായിക്കണം കേട്ടോ. ടീച്ചർ പറയുമ്പോ എല്ലാരും വായിക്കണം. അപ്പൊ ഫസ്റ്റിൽ ആര് വായിക്കും? കൈവൊക്കിയേ. വായിക്കാൻ തയ്യാറുള്ള ആള് കൈവൊക്കിയേ. അഫിഹ റെഡി? മോള് വായിച്ചു തുടങ്ങിയേ. മരത്തിൽ തത്തിയിരിക്കും പച്ചക്കിളിയെ പാടുക നീ. ആ മിടുക്കി, വായിക്ക്. കനികൾ തരാം ഞാൻ, പാലു തരാം ഞാൻ, കനിവോട് പാടുക പാടുക നീ. ചെല്ലപ്പൂഞ്ചിറ ഉള്ളതിനാൽ നീ കണ്ടില്ലേ? കണ്ടല്ലോ. കണ്ടല്ലോ. ആ വായിച്ച മോളെ. അഴകോട് അഴകോട് ചെറുനുര. അഴകോട്. അഴകോട്. അഴകോട് ആ ചെറുനുര. ആ നിര ആ ചിതറിക്കൊണ്ടൊഴുകിയിടും. ചിതറിക്കൊണ്ടൊഴുകിയിടും. ആ തന്നരികിൽ. ആ മോള് സ്റ്റോപ്പ് ചെയ്തേ. സൂരജ് വായിച്ചേ. കാരണം സൂരജ് ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങോട്ട്. ബാക്കി വായിച്ചേ സൂരജ്. എല്ലാവരും ടെസ്റ്റ് നോക്കണേ, ഞാൻ ഇടയ്ക്കൊന്ന് വായിപ്പിക്കും. ആ സൂരജ് വായിക്ക്. ടീച്ചർ, അന്ന് ഞാൻ ക്ലാസ്സിന് വന്നില്ല. എന്താ മോനെ? അല്ല, മോൻ പുസ്തകത്തിൽ നോക്കാത്തെന്താ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മോൻ ടെസ്റ്റിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. അത് അവസാനം ഈ വീഡിയോ നിങ്ങൾ ഇട്ട് കാണുമ്പോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എവിടെയാ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. ഇട്ട് കാണണം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഈ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾ ഇട്ട് കാണണം. അപ്പൊ അറിയാം നിങ്ങൾ എങ്ങനെയാ ക്ലാസ്സിൽ ഇരുന്നതെന്ന്. ശരി, ആരാധ്യ SS മോളെ വായിച്ചേ ബാക്കി. പുല്ലുകൾ കൊണ്ട് പുതച്ചു കിടക്കും. ആ വെരി ഗുഡ്. നല്ലൊരു കുന്നുകൾ തൻചരിവിൽ
കുട്ടിക്കാട്ടിൽ ആ പൂമണമിളകും ഉം സൂരജ് എവിടെ നോക്കുന്നു? ആ കുറ്റിക്കാടുകൾ ആ നടുവിൽ ആ അടുത്ത് കണ്ണ് കണ്ണും ആ കുളിർക്കെ കാണും കുളിർക്കെ കാണും കാഴ്ചകൾ ആ ഒന്നൊന്നായി ആ പറയാമോ? വായിച്ച രണ്ടുപേർക്കും എല്ലാവരും ക്ലേപ്പ് കൊടുത്തേ. അഭികയ്ക്കും ആരാധ്യസിനും. വെരി ഗുഡ് കേട്ടോ മോളെ. ഇനി അടുത്ത് വായിക്കേണ്ടത് ദേവനന്ദൻ. തുടങ്ങിക്കേ. കൊച്ചുമരത്തിൽ മോനെ മോനെ ആ പുസ്തകത്തിൽ ഉള്ളത് മാത്രം വായിക്കുക. ആ ഒന്നേന്ന് വായിച്ചേ. വേറെ വായിച്ചു. ആ കൊച്ചുമരത്തിൽ മോനെ കൊച്ചുമരത്തിൽ അതിന് ശേഷം കിടക്കുന്ന ദേവനന്ദൻ മോനെ സ്റ്റോപ്പ്. കൊച്ചുമരത്തിൽ എന്ന് വായിച്ചതിന് ശേഷം അടുത്ത് കിടക്കുന്ന അക്ഷരം ഏതാ? അക്ഷരം പുസ്തകത്തിൽ നോക്കിയേ. തത്തിയിരിക്കും അല്ലേ? തത്തിയിരിക്കും. അക്ഷരം നോക്കി വായിച്ചേ മോനെ. കൊച്ചുമരത്തിൽ തത്തിയിരിക്കും. വായിച്ചേ. പച്ചക്കിളിയെ പാടുക നീ. ആ വെരി ഗുഡ്. വായിക്കേ. തരാൻ ഞാൻ. ആ പാല് തരാൻ ഞാൻ. ആ കനിവോട് ആ പാടുക നീ. ആ പാടുക പാടുക നീ. പാടുക നീ. ആ അടുത്ത് മോനെ സ്റ്റോപ്പ്. മോനെ ഉള്ളതിനാൽ ആ ചെല്ലപ്പൂഞ്ചിറ ഉള്ളതിനാൽ നീ. ആ എല്ലാം ആ ദിക്കും കണ്ടല്ലോ. സ്റ്റോപ്പ്. മതി മോനെ മതി മതി. അടുത്ത് ഇനി സൂരജിന് വായിക്കാമോ? സൂരജ് ഒന്ന് വായിച്ചേ. അക്ഷരം നോക്കി വായിച്ചാ മതി മോനെ, കുഴപ്പമില്ല. മോനെ കേട്ടൂടെ? അൺമ്യൂട്ട് ചെയ്ത്. ആ ശരി വായിച്ചേ. കൊച്ചുമരത്തിൽ മോനെ വായിച്ചെവിടെ? സൂരജ്. ആ സൂരജ് അവിടെ ഒരാളിപ്പോ വായിച്ചു. ദേവനന്ദൻ വായിച്ചു നിർത്തിയ ഭാഗം തൊട്ട് വായിക്കുക. മോൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ മോന് വായിക്കാം. വായിച്ചേ മോനെ. കണ്ടായിരുന്നോ മോൻ? ആ അപ്പൊ ആദ്യത്തെ അക്ഷരം പറഞ്ഞേ. മോനെ നീ എവിടെ നോക്കുന്നു? പുസ്തകത്തിലല്ലല്ലോ നീ നോക്കുന്നത്. ആ എങ്കി വായിച്ചേ. അടുത്ത അക്ഷരം ഏതാ? ആ അഴകൊടു. ആ ചെറു ആ നുര ആ നിര ആ ചിത റി ക
ചിതറിക്കൊണ്ടൊഴുകിയിടും. അത് ഒരുമിച്ച് വായിക്കണമെങ്കിൽ അത് വായിക്കാൻ പറ്റുള്ളൂ മോനെ. ചിതറിക്കോ അതുവരെ അവിടെ ഉണ്ട്. അടുത്ത വരിയിലാണ് ബാക്കി അതിന്റെ ബാക്കി കിടക്കുന്നത്. ആ ചിതറിക്കൊണ്ടൊഴുകിയിടും. ആ മോനെ പുഴ പുഴ മോനെ. ആ ആ ആ അക്ഷരം പറഞ്ഞു വായിച്ചാൽ മതി. തന്നരികിൽ മോനെ പറഞ്ഞേ. ആ അടുത്ത് അക്ഷരം പറ മോനെ. മോനെ അതിന് മുമ്പുണ്ടല്ലോ ഒരു വരി, അതിന് മുൻപിൽ ഒരു വരി ഉണ്ടല്ലോ. പുല്ലുകൾ മോനെ. കൈ വിരൽ വച്ച് വായിച്ചേ മോനെ. പുല്ലുകൾ ആ കൊണ്ടു ആ പുതച്ചു കിടക്കും എന്താ മോനെ ആദ്യത്തെ അക്ഷരം എന്താ? ആ നല്ലൊരു കുന്നുകൾ നട്ടു. മോനെ അക്ഷരം ഏതാണെന്ന് നോക്കിയേ. ചരിവിൽ. മോനെ ഏത് വാക്കാത്? ചരിവിൽ. ആ ആ അടുത്തത് ഹർഷാലാൽ വായിച്ചേ മോനെ. സൂരജ് സ്റ്റോപ്പ്. ഹർഷാലാല് അശ്രദ്ധയോടെ ഇരുന്നു. ഹർഷാലാൽ വായിച്ചേ മോളെ. ഹർഷ മോളെ അൺമ്യൂട്ട് ചെയ്തേ. ആ ഇനി വായിച്ചേ മോളെ. ഹർഷാലാൽ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കും മോളെ. മോളെ വായിക്കുന്നില്ലേ? കൊച്ചു മരത്തിൽ തത്തിയിരുന്ന് മോളെ അവിടെ അല്ലല്ലോ വായിച്ചു നിർത്തിയത്. മോളെ വായിച്ചു നിർത്തിയ ഭാഗം കണ്ടോ? ആ അതാ ടീച്ചർ ഞാൻ നിന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അശ്രദ്ധയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത്. ആര് തിരിഞ്ഞിരിക്കോ അവരുടെ അടുത്ത് ആദ്യം വായിക്കാൻ പറഞ്ഞു ഞാൻ. ഇപ്പൊ ഇനി വായിക്കേണ്ടത് ശ്രദ്ധിച്ചോ. ഇനി പുസ്തകത്തിൽ ശ്രദ്ധിച്ചോ. ഞാൻ ഇനി പറയും. ലക്ഷ്മി വായിച്ചേ മോളെ. ലക്ഷ്മി അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കും മോളെ. വായിച്ചേ മോളെ. മോള് കണ്ടായിരുന്നോ? വായിക്ക്. ഒരു അക്ഷരം പറ. ആദ്യത്തെ അക്ഷരം പറ. കണ്ണൻ. അതല്ലല്ലോ മോളെ. കുട്ടിക്കാട്ടിൽ. മോളെ അവള് വായിച്ചതിന് ശേഷം അടുത്ത ഭാഗം സൂരജ് വായിച്ചു. അതിന് ശേഷമുള്ളത് സൂരജ് നല്ലൊരു കുന്നുകൾ തൻ ചരിവിൽ. അതുവരെ അല്ലേ വായിച്ചു? അതുവരെ വായിച്ചു. ഇനി വായിക്കേണ്ടത് കുട്ടിക്കാറ്റിൽ. കണ്ടോ? എവിടെയാണെന്ന് കണ്ടോ ലക്ഷ്മി? അവിടെ നിന്ന് വായിച്ചേ. കുട്ടിക്കാട്ടിൽ
പൂമണമിളകും കുറ്റിക്കാടുകൾ തന്നടുവിൽ കണ്ണുകുളിർക്കെ കാണും കാഴ്ചകൾ ഒന്നൊന്നായി പറയാമോ? ഇതാണ് പാഠം. അപ്പോ ഇനി വായിക്കാനുള്ളത് ഹർഷാലാൽ ആദ്യം മുതലൊന്ന് വായിച്ചേ. അടുത്ത് വായിക്കേണ്ട ആൾ ആരാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ പറയാം. അശ്രദ്ധയോടെ ഇരിക്കുന്ന ആരാണോ അവരടുത്ത് വീണ്ടും വായിക്കാൻ പറയേ. ശരി, വായിച്ചോ മോളെ. മരത്തിൽ തട്ടിയും പച്ചക്കിളിയെ പാടുക നീ കനികൾ തരാൻ ഞാൻ പാല് തരാൻ ഞാൻ. ആരാ മോളെ പറഞ്ഞു തരുന്നത്? റെക്കോർഡിട്ട് കേൾക്കണേ, അപ്പോഴറിയാം ആരാ പറഞ്ഞു തന്നതെന്ന്. കേട്ടോ? പറഞ്ഞേ. കനിവോട്. അക്ഷരം നോക്കി വായിച്ചേ മോളെ, അക്ഷരം നോക്കി വായിക്കേ. കനിവോട് പാടുക പോലെയല്ലേ കിടക്കുന്നേ? നീ വായിച്ചേ മോളെ. എവിടെ ശ്രദ്ധിക്കുന്നു? ചെല്ലപ്പൂ ചിറകുള്ള ചെല്ലപ്പൂഞ്ചിറകുള്ളതിനാൽ നീ. ശരി. അടുത്ത ഭാഗം മോളെ. സ്റ്റോപ്പ്. ആരാധ്യ അതിന് വായിച്ചേ. മോളെ അൺമ്യൂട്ട് ചെയ്. മോളെ വായിക്കുന്നത് കേട്ടൂടെ? അൺമ്യൂട്ട് ചെയ് മൊബൈല്. കേൾക്കാൻ. ഇനി വായിച്ചേ. എല്ലാ ദിക്കും കണ്ടല്ലോ. അത് വായിച്ചോ മോള്? അടുത്ത് വായിച്ചോ. അഴകോട് ചെറുനുര ചിതറിക്കൊണ്ട് ചിതറിക്കൊണ്ടൊഴുകിയിടും പറഞ്ഞേ. ആ വാക്ക് പറഞ്ഞേ. ചിതറിക്കൊണ്ടൊഴുകിയിടും പുഴ ശരി തന്നെ മോളെ. ധൈര്യമായിട്ട് വായിച്ചോ. തന്നരികിൽ. അടുത്ത് പുല്ലുകൾ കൊണ്ടു പുതച്ചു കിടക്കും. മോള് പറഞ്ഞേ. ടീച്ചർ പറയുന്നത് മോള് പറഞ്ഞേ. പുതച്ചു കിടക്കും. നല്ലൊരു കുന്നു ചീയാണോ മോളെ? ചായല്ലേ? ചരിവിൽ കുറ്റിക്കാട്ടിൽ പൂമ
പൂമണമിളകും ആ, കുറ്റിക്കാടുകൾ കുറ്റിക്കാടുകൾ ആ, ആ, നടുവിൽ ആ, കണ്ണു കണ്ണു ഉം, കുളിർക്കേ ആ, കണ്ണുകുളിക്കെ ഉം, കാണും ഉം, കാണും ആ, കാഴ്ചകൾ കാഴ്ചകൾ ആ, ഒന്നൊന്നായി ആ, പറയാമോ? ശരി, പറയാമോ? അപ്പോ എല്ലാവരും വായിച്ചു. പക്ഷെ ഇതില് ചില കുട്ടികൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന് പുസ്തകം വായിച്ച ലക്ഷണങ്ങളൊന്നും ഇല്ല. ഇന്ന് പഠിപ്പിക്കുന്നത് അടുത്ത ദിവസം ടീച്ചർ ഇങ്ങനെ വായിപ്പിക്കും, എന്നിട്ട് അത് ടീപ്പ് ഇടും. പക്ഷെ ഇപ്പോ അടുത്ത ആഴ്ച ടീപ്പ് ഇടാൻ നിവർത്തിയില്ല. ടീച്ചർ നോട്ട് അയച്ചത് ഇന്നലെ രാത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോട്ട് എഴുതിയായിരുന്നോ? ഇല്ലല്ലോ. ആ, നന്നായിട്ട് എഴുതണം കേട്ടോ, നന്നായിട്ട് എഴുതണം. അടുത്ത ക്ലാസ്സിന് നമുക്ക് TP ഉണ്ട്. അടുത്ത ചൊവ്വാഴ്ച ഈ പാഠം ടീച്ചർ TP ഇടും കേട്ടോ. അപ്പോഴേ ആരും പറയരുത് ടീച്ചർ പഠിപ്പിച്ചപ്പോ ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് അറിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ എന്താ പറഞ്ഞതെന്ന് ഇത് വീഡിയോ ഇട്ട് കേൾക്കുക. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കണം നന്നായിട്ട്, വളരെ ശ്രദ്ധയോടെ. ഇനി നിങ്ങൾ എക്സാം എഴുതിയല്ലോ, എക്സാം നന്നായിട്ട് എഴുതിയോ നിങ്ങള്? ധാരാളം തെറ്റുകൾ ആ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും പേപ്പർ സ്കൂളിൽ കൊണ്ട് കൊടുത്തോ എക്സാം എഴുതി? പക്ഷെ എല്ലാവരുടെയും പേപ്പർ ടീച്ചറിന്റെ കയ്യിൽ കിട്ടിയില്ല, പോകുമ്പോ കിട്ടും. ശരി, അതാരാ ശബ്ദം ഉണ്ടാക്കുന്നത്? ശരി, അപ്പോ ഈ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് അറിയാമോ പറയാൻ? നിങ്ങൾ പഠിച്ചില്ല അല്ലേ, കാരണം നോട്ട് ഇന്നലെ രാത്രി കിട്ടിയതല്ലേ ഉള്ളൂ. ശരി, അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ചോദിക്കുന്നില്ല. നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാമോ? കുറച്ചൊന്ന് പഠിക്കാം. വളരെ രസകരമായ ഒരു പാഠം. എല്ലാവരും ടെസ്റ്റ് എടുത്തേ. ടെസ്റ്റ് കയ്യിലുണ്ടല്ലോ അല്ലേ, മൂത്ത് വെച്ചിരിക്കല്ലേ? അടുത്ത പാഠം എടുത്തേ. പാഠത്തിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? അത്ഭുതം. ആദ്യത്തെ അത്ഭുതം. അപ്പോ ഇത് നല്ലൊരു കഥയാണ്. ഈ പാഠം എന്ന് പറയുന്നത് നല്ലൊരു കഥയാണ്. ഇത് ഇന്ന് ടീച്ചർ കുറച്ച് എങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് നിങ്ങളെ വിട്ട് ഇതുപോലെ വായിപ്പിക്കാനായിട്ട് സാധിക്കും ടീച്ചറിന്. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ മക്കളെ. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ശരി, അപ്പോ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കേണ്ടത്, ഈ ക്രിസ്ത്യാനികളായ കുട്ടികൾക്ക് ഈ കഥ നന്നായിട്ട് അറിയാം. കാരണം ഈ കഥ എല്ലാവരും ടീച്ചറിനെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പുസ്തകത്തിൽ നോക്കണ്ട, പുസ്തകം ഇരിക്കട്ടെ, നിങ്ങൾ ആരും അതിൽ നോക്കണ്ട. ഇപ്പൊ ടീച്ചറിനെ ശ്രദ്ധിക്കുക. എല്ലാരും ശ്രദ്ധിച്ചേ. മോളെ, താടിയിലൊന്നും കൈ കൊടുക്കരുത്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ പഠിക്കാനായിട്ട്. കഥ കേൾക്കേണ്ടതല്ലേ. അത് നന്നായിട്ടിരുന്നേ. ശരി, ഈ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്ന പാഠം കാനാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് കാനായിൽ ഒരു കല്യാണം നടക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്യാണത്തിന് നമ്മൾ പോകുന്ന എന്തിനാ? കല്യാണത്തിന് പോകുന്ന എന്തിനാ?
ഇത്തിരി സദ്യ ഉണ്ണണം അല്ലേ, നന്നായിട്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. ടീച്ചറാണെങ്കിൽ അങ്ങനെയാണേ, ഇത്തിരി നിറയെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൈ തൊടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, പിന്നെ ധാരാളം 2-3 പായസമൊക്കെ ഉണ്ടല്ലോ, എല്ലാം കുടിക്കാം എന്നുള്ള സന്തോഷത്തിലായി കല്യാണത്തിന് പോകണം. അല്ലാതെ കല്യാണം കാണാൻ, ആളുകളെ കാണാൻ മാത്രമാണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അതിവിടെ ഇരുന്നാലും കാണാമെന്ന് വിചാരിക്കും. അപ്പോ നല്ലൊരു സദ്യ ഉണ്ണാം എന്നുള്ള ചിന്തയിൽ നമ്മൾ പോവും അല്ലേ? അതുപോലെ കാനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം നടക്കുകയാണ്. അപ്പൊ അവിടെ വിളിച്ച എല്ലാവരും സാധാരണ വരാറുണ്ട് അല്ലെ? ഇവിടെ വിളിച്ചത് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ യേശുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അല്ലെ, കൂട്ടുകാർ, കൂടെയുള്ളവർ. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും. സൂരജെ കണ്ണിറുക്കി കളിക്കുകയാണോ? ടീച്ചറിനെ ശ്രദ്ധിക്ക് മോനെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാ പഠിക്കാൻ പറ്റുന്നേ? യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്. അപ്പം അവരുമായിട്ട് യേശു എന്ത് ചെയ്യാണ്? കല്യാണത്തിന് പോവുകയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് കല്യാണത്തിന് പോകില്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിന്റെ വീട്ടിലാണ് കല്യാണം എങ്കിൽ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്, ആന്റിയുടെ വീട്, അങ്കിളിന്റെ വീട്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പോകില്ലേ കല്യാണത്തിന്? അതുപോലെ ഇവിടെ യേശുവും ശിഷ്യന്മാരും കൂടെ കല്യാണത്തിന് പോയി. എന്നിട്ട് യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മയുടെ പേര് മറിയ. യേശുവിന്റെ അമ്മയുടെ പേരെന്താ? മറിയ. അപ്പൊ ഇവരൊക്കെയാണ് അതിഥിയായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിഥി എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ. വിരുന്നുകാരായിട്ട് അവിടെ വന്നത് ആരൊക്കെയാണ്? യേശുവും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മ മറിയയും. മനസ്സിലായല്ലോ? അപ്പോ അവിടെ വിഭവ സമൃദ്ധമായ സദ്യ നടക്കുകയാണ്. നല്ലൊരു സദ്യയാണ്. പക്ഷെ എന്ത് ചെയ്യാം? അവിടെ ഈ സദ്യ ഇങ്ങനെ വിളമ്പി വിളമ്പി എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. നമുക്കറിയാം, ഈ അന്നത്തെ കാലത്ത് ഈ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. മുന്തിരിച്ചാർ അല്ലേ? വീഞ്ഞെന്ന് പറയുമ്പോ മുന്തിരിച്ചാറ്, നമ്മൾ വൈൻ എന്നും പറയും. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഇവിടെയാണെങ്കിലോ, നമ്മളൊരു കല്യാണ വീട്ടില് പോവുകയാണെങ്കിൽ പായസം തരാത്ത കല്യാണം ഉണ്ടോ? ഉണ്ടോ മക്കളെ? എങ്കിൽ നമ്മൾ പറയാം, അയ്യേ പായസം ഇല്ലേ, നമ്മൾ ചോദിക്കില്ലേ? പിന്നെ എന്തോന്ന് സദ്യ, പായസം കുടിക്കാനല്ലേ ഞാനിവിടെ വന്നത് എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പൊ ഇതുപോലെ ഇവിടെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് ഏതാ? വീഞ്ഞ്. പക്ഷെ ഈ വീഞ്ഞ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. കല്യാണ വീട്ടിൽ എന്താ തീർന്നു പോയത്? വീഞ്ഞ് തീർന്നു പോയി അല്ലേ? തീർന്നപ്പോ സൂരജ് കേൾക്കുന്നില്ലായിരുന്നോ? കേൾക്കുന്ന മോനെ? കട്ടായി പോയെന്ന് പറഞ്ഞു ടീച്ചർ, കട്ടായി പോയി, അതാണ് കേറാൻ പറ്റാത്ത. ശരി ശരി. സൂരജ് മോനെ കേൾക്കാമോ നിനക്ക്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചേ മോനെ. കേൾക്കാമോ മോനെ? സൂരജ് കേൾക്കാലോ? ശരി. ഇനി മ്യൂട്ട് ചെയ്തോ. ശരി. അപ്പോ ഈ വീഞ്ഞ് തീർന്നു പോയാൽ എന്നുവെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് പായസം തന്നില്ലെങ്കിൽ ഇതെന്തോന്ന് കല്യാണം, ഞങ്ങൾക്ക് അല്പം പായസം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ ഞങ്ങളെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ സ്വന്തമായിട്ടാലും വഴക്ക് പറഞ്ഞു നടക്കും അല്ലേ? അതുപോലെ ഈ കല്യാണ വീട്ടിൽ എന്ത് തീർന്നു പോയി? വീഞ്ഞ് തീർന്നു പോയി. അപ്പോ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വീട്ടിലെ ഉടമസ്ഥൻ ടെൻഷൻ, ഉപ്രാളം കൊണ്ട് എന്ത് ചെയ്യും? ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വീഞ്ഞ് തീർന്നു പോയല്ലോ, ഇനി എന്താ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഉപ്രാളപ്പെടുകയാണ് കിടന്ന്. എന്ത് പറയും? ഇങ്ങനെയൊക്കെ ഓരോ ചിന്ത അല്ലേ?
അപ്പോ യേശുവിന്റെ അമ്മയുടെ പേരെന്താണെന്ന് ഞാൻ ടീച്ചർ പറഞ്ഞേ? മറിയ. അപ്പൊ ഈ മറിയയുടെ അടുത്ത്, അതായത് ഈ മാതാവ്, അമ്മ വിവരം ഇങ്ങനെ യേശുവിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, മോനെ എന്ത് ചെയ്യും, വളരെ നാണക്കേടായിരിക്കുകയാണ്, ഇവിടെ എന്തില്ല, വീഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ്. ഉടൻ ഈ അമ്മയ്ക്ക് അറിയാം എന്റെ മകന് ഇവിടെ വീഞ്ഞ് റെഡിയാക്കാനായിട്ട് സാധിക്കും, അവനൊരു അത്ഭുത ശക്തി ഉണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യാണ്, യേശുവിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, മോനെ എങ്ങനെയെങ്കിലും അവരുടെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചേ മതിയാവൂ, അല്ലേ, രക്ഷിക്കണം, എന്താ ചെയ്യുക മോനെ എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഭരണികളെല്ലാം ഇങ്ങ് എടുത്തോണ്ട് വാ, അതായത് വലിയ പാനകളല്ലേ, പാന കലങ്ങൾ എല്ലാം ഇങ്ങ് കൊണ്ടുപോവാ. അപ്പോ ആ വീട്ടിൽ എത്ര ഭരണികൾ ഉണ്ടായിരുന്നു എന്നറിയാമോ? 6 ഭരണികൾ ഉണ്ടായിരുന്നു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്, ഈ ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്ക്, കിണറ്റിൽ നിന്ന് വേഗം വെള്ളം കോരുക, വെള്ളം കോരി എന്ത് ചെയ്യണം, ഈ ഭരണികളിൽ നിറച്ചു വെക്കുക. പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, അതായത് സേവകർ ഭൃത്യർ, അവരെന്ത് ചെയ്തു, പെട്ടെന്ന് കിണറ്റിൽ നിന്ന് ധാരാളം വെള്ളം കോരി ഈ ഭരണികളിലെല്ലാം എന്ത് ചെയ്തു, നിറച്ചു. നിറച്ചു, ഭരണികളെല്ലാം നിറഞ്ഞില്ലേ, വെള്ളം കൊണ്ട് നിറഞ്ഞില്ലേ. യേശു പറയാണ്, ഇനി ഇത് എന്ത് ചെയ്യുക, പകർന്ന് കലവറക്കാർക്ക് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യാ എന്ന് വെച്ചാ, കലവറ എന്ന് പറയുന്നത് ഭക്ഷണ വസ്തുക്കളും മറ്റും സൂക്ഷിക്കുന്ന മുറി അല്ലേ. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെള്ളം ഇവിടെ വച്ചേക്കണ്ട, സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നില്ലേ, ആ റൂമിലേക്ക് കൊണ്ടുപോയി വയ്ക്കുക, അല്ലേ, കൊടുക്ക്. എന്നിട്ട് യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, ഇതിനെ കോരി അവർക്ക് കൊടുക്ക്. അപ്പോൾ അവിടെ നിന്ന ആളുകൾ പെട്ടെന്ന് ഈ വെള്ളം, അയ്യേ, ഈ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണോ നമുക്ക് വൈനായിട്ട് തരുന്നത്, അല്ലേ, അങ്ങനെയാണോ ഈ മുന്തിരിച്ചാറായിട്ട് നമുക്ക് തരാൻ പോകുന്നത്? മോശം മോശം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ചെടുത്ത് കുടിച്ച് നോക്കാം, കൊള്ളാമോ നോക്കട്ടെ, എന്താ ഇതിന് വല്ലത് അത്ഭുതം നടന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കലവറക്കാരൻ ആദ്യം എന്ത് ചെയ്തു, നമ്മള് എന്തെങ്കിലും കറികളാ എന്തെങ്കിലും വയ്ക്കുമ്പോഴത്തേക്ക് വീട്ടിൽ എന്ത് ചെയ്യും, അമ്മ ആദ്യം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കും, അല്ലേ, രുചിയുണ്ടോ, മധുരം കൂടുതലാണോ, ഇതെല്ലാം ഇങ്ങനെ നോക്കാറുണ്ട്, അല്ലേ. അതുപോലെ മോളെ ആരാ മ്യൂട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നേ മൊബൈല്? സൗണ്ട് മോളെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അഫിഹയുടെ ആണോ മോളെ? മൊബൈൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ മോളെ, സൗണ്ട് കേട്ടു. ആ ശരി. അപ്പോ ടീച്ചർ പറയുന്ന ശ്രദ്ധിക്ക്. കലവറക്കാരൻ എന്ത് ചെയ്തു, ഇത് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി കുറച്ചെടുത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ഒഴിച്ച് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ ഒഴിച്ചൊന്ന് എന്ത് ചെയ്തു, കുടിച്ചു നോക്കി. ഹായ്, അയ്യോ എന്തൊരു ടേസ്റ്റ്. കലവറക്കാരൻ എന്തു പറഞ്ഞു കാണും, ഹായ് എന്തൊരു രുചി, വായിക്കൂടെ വെള്ളം ഊറുന്നില്ലേ നിങ്ങൾക്ക്? ടീച്ചറിന് വെള്ളം ഊറുന്നു കേട്ടോ. എന്തായാലും ഹായ് എന്തൊരു രുചി, അല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? പക്ഷേ ഇത് ആദ്യം കൊടുത്തതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ, രുചി കൂടുതലാണ് ഇപ്പോൾ കൊടുത്ത വീഞ്ഞ്. യഥാർത്ഥത്തിൽ ആദ്യം കൊടുത്തത് എങ്ങനെയാ, അവർ റെഡിയാക്കി വച്ചിരുന്ന, തയ്യാറാക്കി വച്ചിരുന്ന വീഞ്ഞായിരുന്നു, അല്ലേ. ഇപ്പോൾ കൊടുത്തതോ, വീഞ്ഞ് തീർന്നു. യേശു എന്ത് ചെയ്തു, നിങ്ങളടുത്ത് ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ വെള്ളത്തിൽ യേശു പ്രാർത്ഥിച്ചിരിക്കണം, അല്ലേ.
എന്നിട്ടാ പറഞ്ഞത് ഇതിനെ കോരി എല്ലാവർക്കും കൊടുക്ക്. പക്ഷെ ടേസ്റ്റ് നോക്കിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? മോശമായിരുന്നോ? അല്ല, വളരെ രുചിയുള്ളതാണ്. ആദ്യത്തേനേക്കാളും രുചി കൂടുതലുള്ളതാണ്. അപ്പൊ എല്ലാവരും അതിശയിച്ചു. ഇതെന്ത് പറ്റി? ഇതെങ്ങനെ ഇത്ര രുചിയുള്ള വീഞ്ഞ് കിട്ടിയത് അല്ലേ? അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയും. അപ്പോ അവർ എല്ലാവരോടും പറയണ്, നിങ്ങൾ എല്ലാരും വന്ന് ഈ വീഞ്ഞ് കുടിച്ചു നോക്ക്, ഭയങ്കര രുചി, എല്ലാരും വന്ന് കുടിക്ക് എന്ന് പറഞ്ഞിരിക്കാം അല്ലേ? പക്ഷേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞു. ഇത് യേശു അവിടെ അത്ഭുതം പ്രവർത്തിപ്പിച്ചത് ആണ്. അതായത് ഈശോ ഗലീലായിലെ കാനായിൽ ഈ കല്യാണ വിരുന്നിൽ എന്ത് ചെയ്തു? ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിച്ചു അല്ലേ? അപ്പോ ആ മഹത്വമാണ് അവിടെ വെളിവാക്കിയത്. അപ്പോ അപ്പോൾ മുതൽ തന്നെ എല്ലാവരും, അതായത് ശിഷ്യന്മാർ, യേശുവിന്റെ കൂടെ വേറെ ആരാ ഉണ്ടായിരുന്നേ? ശിഷ്യന്മാരുണ്ട്, അമ്മയുണ്ട് അല്ലേ? അപ്പോ ശിഷ്യന്മാർ അദ്ദേഹം ആരാണെന്ന് വിശ്വസിച്ചു. ഇതാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് അവർ വിശ്വസിച്ചു. ആ സത്യം അവരറിഞ്ഞത് എങ്ങനെയാണ്? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അങ്ങനെ ദൈവം അവിടെ ഒരു വലിയൊരു അത്ഭുതം പ്രവർത്തിപ്പിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. എന്തായാലും എല്ലാവരും ടെസ്റ്റ് നോക്കേ. ഇനി ടെസ്റ്റ് നോക്കേ. ടീച്ചർ ഈ പാഠം ഇങ്ങനെ വായിക്കാനായിട്ട് പോവാണ്. കഥ മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ എളുപ്പമുള്ള വളരെ ചെറിയ ഒരു കഥയാണത്. ശരി, അപ്പൊ ഇനി എല്ലാവരും പുസ്തകം നോക്കിയേ. ടീച്ചർ പാഠം വായിക്കുകയാണ്, ശ്രദ്ധിക്കണം. ആദ്യത്തെ അത്ഭുതം. പാഠം എത്രയാണ്? പാഠം 12. ആദ്യത്തെ അത്ഭുതം. കാനായിൽ. പുസ്തകം നോക്കിയേ. ടീച്ചർ ഇടയ്ക്ക് നടത്തെവിടെ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വായിക്കാൻ പറയും. എല്ലാവരും കൈ വിരൽ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചേ, ടീച്ചർ വായിക്കുന്ന ഭാഗത്ത്. ശരി, കാനായിൽ ഒരു കല്യാണം നടക്കുകയാണ്. ക്ഷണമനുസരിച്ച്, ക്ഷണം എന്ന് പറഞ്ഞാൽ വിരുന്നിന് വിളിക്കുക. നമ്മൾ ആ വീട്ടിൽ വന്ന് കല്യാണത്തിനൊക്കെ വിളിക്കില്ലേ, അതുപോലെ ക്ഷണമനുസരിച്ച് യേശുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അവിടെ എത്തി. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? വിദ്യാർത്ഥികൾ അല്ലേ? അതായത് പഠിപ്പിക്കപ്പെടുന്നവർ അല്ലേ? ഗുരുവും ശിഷ്യന്മാരും, അധ്യാപകരും കുട്ടികളും പറയില്ലേ, അതാണ് ശിഷ്യന്മാർ. അപ്പോ അവിടെ എത്തി. പുസ്തകത്തിൽ നോക്കിക്കോ മക്കളെ. ഒരിക്കൽ കൂടെ ആദ്യം തൊട്ട് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. കാനായിൽ ഒരു കല്യാണം നടക്കുകയാണ്. ക്ഷണമനുസരിച്ച് യേശുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അവിടെ എത്തി. യേശുവിന്റെ അമ്മ മറിയവും അതിഥിയായി വന്നിട്ടുണ്ടവിടെ. എല്ലാവരും കണ്ടല്ലോ അല്ലേ? അടുത്ത ഭാഗം നോക്കിയോ. വിഭവ സമൃദ്ധമായ സദ്യ. എങ്ങനെയോ വീഞ്ഞ് മുഴുവൻ തീർന്നു. വീട്ടുകാർ അങ്കലാപ്പിലായി. എന്നുവെച്ചാ അവർക്ക് വ്യസനം ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ വേവലാതി അല്ലെങ്കിൽ വ്യസനം ഉണ്ടായി. അപ്പോ എങ്ങനെയോ വീഞ്ഞ് മുഴുവൻ തീർന്നു. വീട്ടുകാർ എന്തായി? അങ്കലാപ്പിലായി. കാണുന്നുണ്ടല്ലോ എല്ലാരും പുസ്തകത്തില്. അടുത്ത്, വിരുന്ന് മോശമായാൽ കല്യാണം മോശമായെന്നല്ലേ ആളുകൾ പറയുക. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചോ. യേശുവിന്റെ അടുത്ത് ചെന്ന് മാതാവ് വിവരം പറഞ്ഞു. തൻ്റെ മകന് അവരെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന്
ആ അമ്മയ്ക്കറിയാമായിരുന്നു. അവിടെ 6 വലിയ ഭരണികൾ ഉണ്ടായിരുന്നു. ആ ഭരണികളിൽ എല്ലാം വെള്ളം നിറയ്ക്കുക യേശു നിർദ്ദേശിച്ചു. സേവകർ ഭരണികളിൽ വെള്ളം നിറച്ചു. ഇനി അത് പകർന്ന് കലവറക്കാരന് കൊടുക്കൂ. യേശു പറഞ്ഞ പ്രകാരം സേവകർ ചെയ്തു. കലവറക്കാരൻ, എല്ലാരും പുസ്തകത്തിൽ നോക്കണേ, കലവറക്കാരൻ അത് രുചിച്ചു നോക്കി. ആദ്യത്തെക്കാളും നല്ല വീഞ്ഞ്. ഇതെങ്ങനെ വന്നെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഭൃത്യന്മാർക്കെല്ലാം ആ നല്ല വീഞ്ഞ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമായിരുന്നു. അവർ വിവരം എല്ലാവരോടും പറഞ്ഞു. അവസാനത്തെ പാരഗ്രാഫാണ്, ശ്രദ്ധിച്ചോ. അങ്ങനെ ഈശോ ഗലീലായിലെ കാനായിൽ ഒരു കല്യാണ വിരുന്നിൽ വെച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് തൻ്റെ മഹത്വം വെളിവാക്കി. മഹത്വം എന്ന് പറഞ്ഞാൽ വലുപ്പം അല്ലെങ്കിൽ പെരുമ എന്നാണ് അർത്ഥം. ശിഷ്യന്മാർ അദ്ദേഹം ദൈവപുത്രനാണെന്ന സത്യം വിശ്വസിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഈ പാഠം. പക്ഷേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാഠം ടീച്ചർ പറഞ്ഞെന്ന കഥ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ഈ പാഠം നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിന് ടീച്ചർ വായിക്കാനായിട്ട് പറയും. എന്നിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ 11ാമത്തെ പാഠം TP ഉണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. TP നടത്തും. നിങ്ങൾ പഠിച്ച് റെഡിയാവുക. ഈ പാഠം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വായിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ വിട്ട് ഇത് വായിപ്പിക്കും. വായിച്ച് പഠിക്കുക. എന്നിട്ട് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പാഠത്തിനുള്ള നോട്ട് അയച്ചു തരുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കുമല്ലോ. വായിക്കുമല്ലോ. ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.